ഈ കത്ത് ഡൽഹിയിൽ പോയതിന് ശേഷം ഡൽഹിക്കാർക്കറിയാം ഇത് പ്രൊവൈഡ് ചെയ്യുമെന്നറിയാം. അതിനുശേഷം നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു, നിരവധി കൂടിയാലോചനകൾ ചേർന്നു. ഇതിലൊന്നും വിദ്യാഭ്യാസ വകുപ്പിന് വലിയ റോളില്ല എന്നുള്ളതാണ് അറിയുന്നത്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഡൽഹി പോവുകയും അവിടെ വെച്ച് പ്രധാനമന്ത്രിയുടെ ഒരു അഭിപ്രായം മുഖ്യമന്ത്രി അറിയുകയും അങ്ങനെ വളരെ കൃത്യമായി ഇത് ഒപ്പിടാനുള്ള വളരെ പെട്ടെന്ന് വിളിച്ച് പറയുകയും അതിനനുസരിച്ചാണ് ബെഹ്റിനിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് ഒപ്പൊക്കെ ഇടണം, നമുക്ക് പൈസയൊക്കെ മേടിക്കണം എന്നുള്ള നിലയിലാണ്. യഥാർത്ഥത്തിൽ 2024 ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ പണിയാണ്. ഫെബ്രുവരിയിൽ കത്തയച്ചു, മാർച്ചിൽ കത്തയച്ചു, ഫെബ്രുവരി 23 കത്തയച്ചു, മാർച്ച് 30 കത്തയച്ചു. ആ 1.5 വർഷത്തെ 10-20 മാസത്തെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിരുന്നു കഴിഞ്ഞ ദിവസം വാസുകി ഒപ്പിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാസുകിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത്രയും പ്രോസസ്സ് നടന്നിരിക്കുന്നു. പക്ഷേ നയപരമായി ഉള്ളൊരു തീരുമാനത്തിൽ എന്തിനാണ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയച്ച ശേഷം അത് ക്യാബിനറ്റിൽ കൊണ്ടുവച്ചത്?